മജ്മുനിക്കായ 90 കണ്ണക്കട്ടല സുത്ത്. ഈ സുത്തം ഭഗവാനും അതേപോലെ തന്നെ കോസലദേശത്തെ രാജാവായിട്ടുള്ള പസേനദിയും തമ്മിലുണ്ടായതാണ്. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ഉജുണ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് താമസിക്കുകയായിരുന്നു. കണ്ണക്കട്ടല എന്ന് പേരുള്ള ഒരു സ്ഥലത്തെ ഒരു മാനിൻ്റെ പാർക്ക് ഉണ്ടായിരുന്നു, മാനിൻ്റെ ഉദ്യാനമുണ്ടായിരുന്നു. അവിടെയാണ് താമസിച്ചിരുന്നത്. ആ സമയത്ത് കോസലത്തിലെ രാജാ പസേനദി ഉജുണ്യയിൽ എന്തോ ഒരു കാര്യത്തിനായിട്ട് വന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞു, പുരുഷ, താങ്കൾ ഭഗവാന്റെ അടുത്ത് പോവുക. എൻ്റെ പേര് പറഞ്ഞ് താങ്കളുടെ ശിരസ് ഭഗവാന്റെ പാദത്തിൽ വന്ദിക്കുക. എന്നിട്ട് അദ്ദേഹത്തിന് സുഖമാണോ, ശരീരത്തിന് കുഴപ്പമൊന്നുമില്ലയോ, ആരോഗ്യമുണ്ടോ, ബലമുണ്ടോ എന്ന് ചോദിക്കുക. അതിനുശേഷം ഇങ്ങനെ പറയുക, ബന്ദേ, കോസല രാജ്യത്തെ രാജ പസേനദി ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ ശേഷം താങ്കളെ കാണാൻ വരുന്നതാണ്. ശരി ദേവ എന്ന് ആ വ്യക്തി പ്രത്യുത്തരം കൊടുത്തു. എന്നിട്ട് രാജാവ് പറഞ്ഞതുപോലെ തന്നെ ആ വ്യക്തി ചെയ്തു. ഭഗവാന്റെ അടുത്ത് പോയി ആ വ്യക്തി രാജാവിൻ്റെ പേര് പറഞ്ഞ് തൻ്റെ ശിരസ് കൊണ്ട് ഭഗവാന്റെ പാദത്തിൽ സ്പർശിച്ചു. എന്നിട്ട് പ്രഭാത ഭക്ഷണത്തിന് ശേഷം രാജാവ് ഭഗവാനെ സന്ദർശിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സഹോദരിയുമായിട്ടുള്ള സോമ, സകുല അവർ രണ്ടുപേരും ഈ കാര്യം കേട്ടു. ഇന്ന് കോസലത്തിലെ രാജാവ് പസേനദി പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഭഗവാനെ സന്ദർശിക്കുന്നു. അപ്പോൾ രാജാവിന് പ്രഭാത ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന സമയത്ത് അവർ രാജാവിൻ്റെ അടുത്ത് പോയി. എന്നിട്ടിങ്ങനെ പറഞ്ഞു, മഹാരാജ, താങ്കൾ ഭഗവാന്റെ അടുത്ത് പോവുകയാണ്. അതിനാൽ ഞങ്ങളുടെ പേര് പറഞ്ഞ് താങ്കളുടെ ശിരസ്സുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ വന്ദിക്കുക. അദ്ദേഹത്തിൻ്റെ ക്ഷേമം അന്വേഷിക്കുക. സുഖം തന്നെയല്ലേ, ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ലല്ലോ, സുഖമായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം രാജാ പസേനദി ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്തിരുന്നു. എന്നിട്ട് ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു, ബന്ദേ, സഹോദരികളായിട്ടുള്ള സോമായും സകുലായും അവരുടെ ശിരസ് കൊണ്ട് താങ്കളുടെ പാദത്തിൽ നമസ്കരിക്കുന്നു. താങ്കൾക്ക് സുഖമല്ലേ, ശരീരത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, സുഖമായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത് എന്ന് അവർ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, മഹാരാജാവേ, അവർക്ക് ഈ സന്ദേശം അയക്കാൻ മറ്റുള്ള ദൂതന്മാരെ ഒന്നും കിട്ടിയില്ലേ? അപ്പോൾ രാജാ പസേനദി ഭഗവാനോട് അവർ ഇങ്ങനെ പറയാനുണ്ടായിട്ടുള്ള സാഹചര്യം വിവരിച്ചു. അവർ ഇങ്ങനെ കേട്ടു, ഞാൻ ഇന്ന് ഭഗവാനെ സന്ദർശിക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രഭാത ഭക്ഷണം വിളമ്പിത്തരുന്ന സമയത്ത് അവർ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, മഹാരാജാവേ, താങ്കൾ ഭഗവാന്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പേര് പറഞ്ഞ് ഞങ്ങളുടെ ശിരസ് കൊണ്ട് താങ്കളുടെ പാദത്തിൽ വന്ദിക്കുന്നു. താങ്കൾക്ക് സുഖമാണോ, ക്ഷേമമാണോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, മഹാരാജ, സഹോദരിമാരായിട്ടുള്ള സോമയ്ക്കും സകുലയ്ക്കും സന്തോഷമുണ്ടാകട്ടെ. അതിനുശേഷം രാജാവ് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു, ശ്രമണ ഗൗതമൻ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ കേട്ടിരുന്നു. ഒരു ശ്രമണ ബ്രാഹ്മണനും എല്ലാ സമയത്തും അറിയാനും എല്ലാ സമയത്തും കാണാനും ഇടതടവില്ലാതെ എല്ലാ കാര്യത്തെയും അറിയാനും കാണാനും സാധിക്കുന്നതല്ല. അത് ഒരിക്കലും സാധിക്കുന്നതല്ല. അതായത് ആ സമയത്തൊരു വിശ്വാസമുണ്ടായിരുന്നു, മുക്തി കിട്ടിയ ഒരു വ്യക്തി എല്ലാ സമയത്തും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു, അവൻ സർവജ്ഞനാണ്, എല്ലാ കാര്യങ്ങളും ഉടൻ ആ വ്യക്തി അറിയുന്നു, ലോകത്തിലെ സർവ്വ കാര്യങ്ങളും എന്നുള്ള ഒരു വിശ്വാസം ആ സമയത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ബന്ദേ, അവർ പറയുന്ന കാര്യം ഭഗവാൻ തന്നെ പറഞ്ഞതാണോ, അതോ അസത്യമായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഭഗവാനെ തെറ്റായിട്ട് ചിത്രീകരിക്കുകയാണോ? ഈ പ്രസ്താവന ധർമ്മത്തിന് അനുകൂലമായിട്ടുള്ള പ്രസ്താവന തന്നെയാണോ, അല്ലെങ്കിൽ ഇതിന് ന്യായമായിട്ടുള്ള നിന്ദയ്ക്ക് കാരണമുണ്ടോ? മഹാരാജ, ഇത് പറയുന്നവർ ഞാൻ പറഞ്ഞ കാര്യമല്ല ആവർത്തിക്കുന്നത്. അവർ തെറ്റായിട്ടുള്ള കാര്യവും നുണയായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് എന്നെ തെറ്റായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പോൾ രാജാ പസേനദി സേനാപതി
വിഡു ഡബാക്കോ ഐസാ കഹ. സേനാപതി, ഈ വിഷയത്തെപ്പറ്റി ചർച്ച അന്തഃപുരത്ത് ആരാണ് കൊണ്ടുവന്നത്? മഹാരാജാവേ, ആകാശഗോത്രത്തിലെ ബ്രാഹ്മണനായിട്ടുള്ള സഞ്ജയനാണ് ഈ കാര്യത്തെ അന്തഃപുരത്തിൽ ചർച്ചയ്ക്കായിട്ട് എടുത്തത്. അപ്പോൾ രാജാവ് ഒരു വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞു, പുരുഷ, എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സഞ്ജയനോട് ഇങ്ങനെ പറയുക, രാജാ പസേനതി താങ്കളെ വിളിക്കുന്നു. ശരി ദേവ എന്ന് പറഞ്ഞ് ആ വ്യക്തി പ്രത്യുത്തരം കൊടുത്തു. രാജാവ് പറഞ്ഞ പോലെ തന്നെ ആ വ്യക്തി ചെയ്തു. ആകാശഗോത്രത്തിലെ സഞ്ജയൻ എന്ന ബ്രാഹ്മണൻ്റെ അടുത്ത് പോയി രാജാവ് താങ്കളെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം രാജാവ് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, ഭഗവാൻ ആ കാര്യത്തെ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടായിരിക്കും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ കേട്ട വ്യക്തി അതിനെ മറ്റൊരു തരത്തിലായിരിക്കും ഗ്രഹിച്ചത്. ബന്ദേ, ഈ പ്രസ്താവന താങ്കൾ എങ്ങനെയാണ് പറഞ്ഞത് എന്ന് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടോ? മഹാരാജ, ഞാൻ ഈ പ്രസ്താവന പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. ഒരു ശ്രമണ ബ്രാഹ്മണനും എല്ലാ കാര്യത്തെയും അറിയുകയും എല്ലാ കാര്യത്തെയും കാണുകയും ഒരുമിച്ച് ചെയ്യില്ല. അത് സംഭവ്യമല്ല. ബന്ദേ, ഭഗവാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. ബന്ദേ, ഇവിടെ 4 വർണ്ണങ്ങളുണ്ട്: ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, വൈശ്യൻ, ശൂദ്രൻ. ബന്ദേ, ഇവർക്ക് ഇടയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? മഹാരാജ, ഈ 4 വർണ്ണങ്ങളിൽ 2 വർണ്ണങ്ങൾ അല്പം മുഖ്യമാണ്. അവർ ക്ഷത്രിയരും ബ്രാഹ്മണരുമാണ്. മുഖ്യമാണ് എന്ന് പറയാനുള്ള കാരണം, അവരെ കാണുന്ന സമയത്ത് വന്ദിക്കേണ്ടതുണ്ട്, എഴുന്നേറ്റ് നിൽക്കാറുണ്ട്, അഭിവാദ്യം ചെയ്യാറുണ്ട്, ശരിയായിട്ടുള്ള ആചാരമര്യാദകൾ പാലിക്കാറുണ്ട്. അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. ബന്ദേ, ഞാൻ ഈ വർത്തമാനകാലത്തെ ജീവിതത്തെക്കുറിച്ചിട്ടല്ല പറഞ്ഞത്, വരാൻ പോകുന്ന ജീവിതങ്ങളെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഈ 4 വർണ്ണങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന്. മഹാരാജ, ഈ 5 അംഗങ്ങളുണ്ട്, പ്രധാനംഗാനി. ഇത് ധ്യാനത്തിന് സഹായകരമാണ്. എന്താണ് ഈ 5 അംഗങ്ങൾ? ഇനി ഭഗവാൻ പറയാൻ പോകുന്നത് ധ്യാനത്തിൻ്റെ 5 അംഗങ്ങളെക്കുറിച്ചിട്ടാണ്. അതായത് ഒരു സാധകന് ഈ 5 അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ വ്യക്തിക്ക് ധ്യാനത്തിൽ മുന്നേറാൻ സാധിക്കുക. അതിനാൽ ഓരോ സാധകനും തന്നിൽ ഈ 5 അംഗങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പാക്കണം. എങ്കിൽ മാത്രമേ ആ സാധകന് സാധനയിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗം എന്ന് പറയുന്നത് ശ്രദ്ധ തന്നെയാണ്. ശ്രദ്ധ അല്ലെങ്കിൽ ശ്രദ്ധ അല്ലെങ്കിൽ ഭക്തി അല്ലെങ്കിൽ വിശ്വാസം എന്നൊക്കെ പറയാം. ഈ 5 അംഗങ്ങൾ ഏതൊക്കെയാണ്? മഹാരാജ, സദ്ധോ ഹോതി. ഒരു ഭിക്ഷുവിന് ശ്രദ്ധ ഉണ്ടായിരിക്കണം. ശ്രദ്ധഹതി തഥാഗതസ് ബോധിം. തഥാഗതൻ്റെ ബോധിയിലാണ് ആ വ്യക്തിക്ക് ശ്രദ്ധ ഉണ്ടാകേണ്ടത്. ബോധി എന്ന് പറയുമ്പോൾ ജ്ഞാനം. ഭഗവാൻ അർഹന്തനാണ്, സമ്മാസമ്പുദ്ധനാണ്, വിദ്യയിലും ആചരണത്തിലും സമ്പന്നനാണ്, പരിശുദ്ധനാണ്, ലോകത്തെ അറിഞ്ഞവനാണ്, അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നവനാണ്, മനുഷ്യന്മാരുടെയും ദേവന്മാരുടെയും ശാസ്താവാണ്, ബുദ്ധനാണ്, ഭഗവാനാണ്. അപ്പാഭാദോ ഹോതി. ആ സാധകന് അധികം രോഗം ഉണ്ടാകാൻ പാടില്ല. ആരോഗ്യവാൻ ആയിരിക്കണം. വയറിൽ കഴിച്ച ഭക്ഷണം നല്ലപോലെ ദഹിക്കണം. വയറിൽ കൂടുതൽ ചൂടോ തണുപ്പോ ഉണ്ടാകരുത്. സമമായിരിക്കണം. ധ്യാനത്തിന് യോജിച്ചതായിരിക്കണം. ഇവിടെ ഭഗവാൻ പറയുന്നത് വയറിൻ്റെ അവസ്ഥയെക്കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അത് ശരിക്ക് ദഹിക്കുന്ന അവസ്ഥയായിരിക്കണം വയറിനുള്ളത്. ഇത് ധ്യാനത്തിന് വളരെ അത്യാവശ്യമാണ്. ഭക്ഷണം ദഹിച്ചിട്ടില്ല എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. ഗ്യാസ്, അതേപോലെ തന്നെ വേദന, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. ഇനി വളരെ പെട്ടെന്ന് ദഹിച്ച് ബുദ്ധിമുട്ടാകുകയാണെങ്കിൽ അതും പ്രശ്നമാണ്, അത്യഗ്നി. ആ സമയത്തും ധ്യാനം നടക്കില്ല. അപ്പോൾ സമമായിരിക്കണം എന്നാണ് പറയുന്നത്, സമമായിട്ടുള്ള വിശപ്പ്. അടുത്തത് അസഠോ ഹോതി അമായാവി. അവൻ വഞ്ചിക്കുന്നവനാവരുത്, മായാവി ആകരുത്. അതായത് ഏതെങ്കിലും കാര്യം ഒളിപ്പിച്ചു വയ്ക്കുന്ന വ്യക്തിയായിരിക്കരുത്. കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തുറന്നു പറയുന്ന വ്യക്തിയായിരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അവരെപ്പറ്റി സത്യസന്ധമായിട്ട് തൻ്റെ ഗുരുവിനോട് അല്ലെങ്കിൽ സബ്രഹ്മചാരികളോട് തുറന്നു പറയുന്നു. ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഉള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഒരു ഗുരുവിന് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ശരിക്കറിയാൻ സാധിക്കുകയുള്ളൂ.
അപ്പോഴാണ് അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ തരാൻ സാധിക്കുകയുള്ളൂ. ആരബ്ധവീര്യോ വിഹരതി, ആ വ്യക്തിക്ക് നല്ല വീര്യമുണ്ടായിരിക്കണം, പ്രയത്നമുണ്ടായിരിക്കണം. അകുശലധർമ്മങ്ങൾ ഉപേക്ഷിക്കാനും അതേപോലെ തന്നെ കുശലധർമ്മങ്ങളെ സമ്പാദിക്കാനും ആ വ്യക്തി പ്രയത്നിക്കണം. കുശലധർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്നതിൽ ആ വ്യക്തി നല്ല പോലെ പ്രയത്നിക്കണം, ശക്തിമാനായിരിക്കണം. കുശലധർമ്മങ്ങളെ സമ്പാദിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്. ഇക്കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അകുശലധർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, പാപകർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, കുശലധർമ്മങ്ങളെ നമ്മൾ സമ്പാദിക്കുകയും വേണം, പുണ്യകർമ്മങ്ങളെ ധാരാളം സമ്പാദിക്കുകയും വേണം. ഇനി അടുത്ത കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പഞ്ഞാവാഹോതി ഉദയത്തഗാമിനീയ പഞ്ഞായ സമന്യാഗതോ അരിയായ നിഭേദികായ സമ്മാദുഃഖഖയഗാമിനീയ. അവർ പ്രജ്ഞയുള്ളവരായിരിക്കണം. ഉദയത്തഗാമിനീയ പഞ്ഞായ സമന്യാഗതോ, അതായത് ഉദയവ്യയം. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് എല്ലാ സമയത്തും ഉദയവ്യയം, അതായത് വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, എല്ലാ സംവേദനകളും വന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന നമുക്കറിയാവുന്നതാണ്. ഈ ഉദയവ്യയ ജ്ഞാനത്തിനെയാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അനിത്യബോധം നമ്മൾക്ക് തുടർച്ചയായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് ദുഃഖബോധം വരും, അനാത്മബോധം വരും. അതിൻ്റെ മുൻപടിയാണ് ഈ അനിത്യബോധം എന്ന് പറയുന്നത്. അതാണ് പറയുന്നത്, ഈ അനിത്യബോധം ആര്യന്മാർക്ക് ഉള്ളതാണ്, അത് തുളച്ചു കയറുന്നതാണ്. അതായത് ധർമ്മത്തെ വിശദീകരിച്ച് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അതുകൂടാതെ ദുഃഖക്ഷയത്തിനും കാരണമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഉദയവ്യയ ജ്ഞാനത്തിനാണ്. മഹാരാജ, ഈ 5 പ്രധാന അംഗങ്ങളാണ് ധ്യാനത്തിന് ഒരു വ്യക്തിക്ക് സഹായകരം ആകുന്നത്. ഇതിന് തന്നെ സാധാരണ 5 ഇന്ദ്രിയങ്ങൾ എന്നും പറയാറുണ്ട്. മഹാരാജ, 4 വർണ്ണങ്ങൾ ഇപ്രകാരമാണ്: ക്ഷത്രിയ, ബ്രാഹ്മണ, വൈശ്യ, ശൂദ്ര. ഇവർക്ക് ഈ ധ്യാനത്തിൻ്റെ 5 പ്രധാന അംഗങ്ങളും ഉണ്ടെങ്കിൽ അതുമൂലം അവർക്ക് ദീർഘകാലത്തേക്ക് ഹിതത്തിനും സുഖത്തിനും കാരണമായിട്ട് തീരും. ബന്ദേ, ഈ 4 വർണ്ണങ്ങളുണ്ട്: ക്ഷത്രിയർ, ബ്രാഹ്മണർ, വൈശ്യർ, ശൂദ്രർ. അവർക്ക് ധ്യാനത്തിന് സഹായകരമായിട്ടുള്ള ഈ 5 അംഗങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ? മഹാരാജ, ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. ധ്യാനത്തിൽ അവർ എത്ര ശ്രദ്ധ കൊടുക്കുന്നു അല്ലെങ്കിൽ എത്ര പരിശ്രമിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടായിരിക്കും അതിൽ വ്യത്യാസം. അതായത് ഈ 5 അംഗങ്ങളുണ്ട്. ഒരു വ്യക്തി ധ്യാനത്തിൽ എത്ര ശ്രമിക്കുന്നു അതാണ് വ്യത്യാസമുണ്ടാക്കുന്നത്. ഒരു വ്യക്തിക്ക് 5 അംഗങ്ങളുണ്ട്, പക്ഷേ ധ്യാനത്തിൽ ആ വ്യക്തി ശ്രമിക്കുന്നില്ല എങ്കിൽ ഈ 5 അംഗങ്ങളെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു വ്യക്തി ധ്യാനിക്കുകയാണ് ഈ 5 അംഗങ്ങളോടുകൂടി, അപ്പോൾ തീർച്ചയായിട്ടും അതിൽ വ്യത്യാസമുണ്ടാക്കും. മഹാരാജ, ഉദാഹരണമായിട്ട് ഒരു ജോഡി ആനകൾ, ഒരു ജോഡി കുതിരകൾ, ഒരു ജോഡി കാളകൾ ഉണ്ട് എന്ന് കരുതുക. അവ എല്ലാം നല്ലപോലെ മെരുങ്ങിയതാണ്, നല്ലപോലെ പരിശീലിപ്പിച്ചവരാണ്. അതേപോലെ തന്നെ മറ്റൊരു ജോഡിയും ഉണ്ട്, ആനകളുടെയും കുതിരയുടെയും കാളയുടെയും. അതിനെ മെരുക്കുകയോ പരിശീലിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. മഹാരാജ, താങ്കൾ എന്താണ് കരുതുന്നത്? തീർച്ചയായിട്ടും മെരുക്കിയ പരിശീലിപ്പിച്ച ആ ജോഡികൾ മെരുക്കിയ മൃഗങ്ങൾക്ക് അനുസരിച്ചുള്ള ജോലിയല്ലേ ചെയ്യുക? അതേ ബന്ദേ. അതേപോലെ തന്നെ മഹാരാജ, മെരുക്കാത്ത പരിശീലിപ്പിക്കാത്ത ആ ജോഡികൾ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് മെരുക്കിയ പരിശീലിപ്പിച്ച ജോഡികളുടെ പ്രവൃത്തി അവർക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല ബന്ദേ. അതിനാൽ മഹാരാജ, ചില വ്യക്തികൾ ചില കാര്യങ്ങൾ ശ്രദ്ധ കൊണ്ടും ആരോഗ്യം കൊണ്ടും സത്യം കൊണ്ടും വീര്യം കൊണ്ടും പ്രജ്ഞ കൊണ്ടും നേടേണ്ടതുണ്ട്. എന്നാൽ ആ കാര്യങ്ങൾ ശ്രദ്ധയില്ലാത്ത, ആരോഗ്യമില്ലാത്ത, വഞ്ചിക്കുന്ന, ആലസ്യമുള്ള, പ്രജ്ഞയില്ലാത്ത ഒരു വ്യക്തിക്ക് നേടാൻ സാധിക്കില്ല. ബന്ദേ, ഭഗവാൻ പറയുന്നത് വളരെ ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ബന്ദേ, 4 വർണ്ണങ്ങളുണ്ട്: ക്ഷത്രിയർ, ബ്രാഹ്മണർ, വൈശ്യർ, ശൂദ്രർ. ബന്ദേ, അവർക്കെല്ലാം ഈ 5 പ്രധാന അംഗങ്ങളുണ്ട്. അത് ധ്യാനത്തിന് സഹായകരമാണ്. ഇനി അവർ ശരിയായിട്ടുള്ള രീതിയിൽ അഭ്യസിക്കുകയാണ് എന്ന് കരുതുക. അപ്പോൾ അവർക്കിടയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ? മഹാരാജ,
ആ കാര്യത്തിൽ ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ മുക്തിയും മറ്റൊരു വ്യക്തിയുടെ മുക്തിയും തമ്മിൽ ആ കാര്യത്തിൽ യാതൊരുവിധ വ്യത്യാസവും ഉണ്ടാകുകയില്ല. അതായത് ബ്രാഹ്മണന് കിട്ടുന്ന മുക്തിയും ശൂദ്രന് കിട്ടുന്ന മുക്തിയും ഒന്നു തന്നെ ആയിരിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. മഹാരാജ, ഉദാഹരണമായിട്ട് ഒരു വ്യക്തി ഉണങ്ങിയ ഒരു തേക്കിൻ്റെ തടിയെ കത്തിക്കുകയാണ് എന്ന് കരുതുക. അതുമൂലം തീയും ചൂടും ഉണ്ടാകും. മറ്റൊരു വ്യക്തി ഉണങ്ങിയ സാലവൃക്ഷത്തിൻ്റെ തടിയെ കത്തിച്ചു. മറ്റൊരു വ്യക്തി ഉണങ്ങിയ മാവിൻ്റെ തടിയെ കത്തിച്ചു. മറ്റൊരു വ്യക്തി ഉടുമ്പര വൃക്ഷത്തിൻ്റെ തടിയെ കത്തിച്ചു. മഹാരാജാവേ, താങ്കൾ എന്താണ് കരുതുന്നത്? ഈ 4 തരത്തിൽ ഉള്ള തടികളെയും കത്തിക്കുന്ന സമയത്ത് കിട്ടുന്ന അഗ്നിയുടെ ജ്വാലയ്ക്കോ വർണ്ണത്തിനോ പ്രകാശത്തിനോ എന്തെങ്കിലും വ്യത്യാസമുണ്ടാകുമോ? ഇല്ല ബന്ദേ. അതുപോലെ തന്നെ മഹാരാജ, വീര്യം കൊണ്ട് മന്ഥനം ചെയ്ത് അഗ്നി ഉണ്ടാക്കുന്ന സമയത്ത്, പ്രയത്നത്താൽ അഗ്നി ഉണ്ടാക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ വിമുക്തിയും മറ്റൊരു വ്യക്തിയുടെ വിമുക്തിയുമായിട്ട് യാതൊരുവിധ വ്യത്യാസവും ഉണ്ടാകുകയില്ല. ബന്ദേ, ഭഗവാൻ പറഞ്ഞത് എനിക്ക് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു. ബന്ദേ, ദേവതമാർ അതിജീവിക്കാറുണ്ടോ? മഹാരാജ, ദേവതമാർ അതിജീവിക്കാറുണ്ടോ എന്ന് താങ്കൾ ചോദിച്ചു. കൃത്യമായിട്ട് എന്തിനു പറ്റിയാണ് താങ്കൾ ചോദിക്കുന്നത്? ബന്ദേ, ദേവതമാർ ഈ ലോകത്ത് തിരിച്ചു വരുന്നുണ്ടോ അതോ ഇല്ലയോ? അതായത് ഇവിടെ അദ്ദേഹം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: സ്വർഗത്തിലുള്ള ദേവതമാർ അവിടെ നിന്ന് തിരിച്ച് ഭൂമിയിൽ മനുഷ്യരായിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രാണികളായിട്ടോ ജനിക്കാറുണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. മഹാരാജ, സബ്യാപജ്ജ ദേവ, അതായത് മനസ്സിൽ ദ്വേഷമുള്ള ദേവന്മാർ തിരിച്ച് ഈ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അതായത് മനുഷ്യരായിട്ടോ ബാക്കിയുള്ള ജീവികളായിട്ടോ ജനിക്കുന്നു. എന്നാൽ അബ്യാപജ്ജ, ദ്വേഷമില്ലാത്ത, മനസ്സിൽ കളങ്കമില്ലാത്ത ദേവതകൾ തിരിച്ചു വരുന്നില്ല. ഭഗവാൻ അങ്ങനെ പറഞ്ഞപ്പോൾ വിടരുപ്പോ സേനാപതി ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: ബന്ദേ, വ്യാപാദമുള്ള അല്ലെങ്കിൽ ദ്വേഷമുള്ള ദേവതകൾക്ക് വ്യാപാദം അല്ലെങ്കിൽ ദ്വേഷമില്ലാത്ത, കളങ്കമില്ലാത്ത ദേവതകളെ പുറത്താക്കാൻ സാധിക്കുമോ? ആ ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് പറഞ്ഞയക്കാൻ സാധിക്കുമോ? അതായത് ബലം പ്രയോഗിച്ച് കളങ്കമുള്ള ദേവതകൾ കളങ്കങ്ങൾ ഇല്ലാത്ത ദേവതകളെ പുറത്താക്കുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ ഇങ്ങനെ വിചാരിച്ചു: ഈ സേനാപതി വിഡൂഢപോ രാജാ പസേനതിയുടെ മകനാണ്. ഞാൻ ഭഗവാന്റെ പുത്രനാണ്. അതായത് ധർമ്മപുത്രൻ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇത് ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സംവാദത്തിൻ്റെ സമയമാണ്. ഒരു പുത്രൻ മറ്റൊരു പുത്രനുമായിട്ട് സംവദിക്കാനുള്ള സമയമാണ്. അപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ വിഡൂഢഭ എന്ന ആ സേനാപതിയോട് ഇങ്ങനെ പറഞ്ഞു: സേനാപതി, ഇതിനെക്കുറിച്ച് ഞാൻ ഒരു മറുചോദ്യം ചോദിക്കാം. താങ്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിന് ഉത്തരം പറയാവുന്നതാണ്. സേനാപതി, താങ്കൾ എന്താണ് കരുതുന്നത്? കോസലദേശത്തെ രാജ പസേനതിയുടെ രാജ്യം ഏതുവരെ ഉണ്ടോ, എത്ര രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ ഭരണം ഉണ്ടോ, ആ സ്ഥലത്തുനിന്ന് എല്ലാം തന്നെ അദ്ദേഹത്തിന് ഒരു ശ്രമണനെയോ ബ്രാഹ്മണനെയോ, ആ വ്യക്തി നല്ലവനായാലും ചീത്ത വ്യക്തിയായാലും, അവർ ശരിയായിട്ടുള്ളവരോ അല്ലെങ്കിൽ ശരിയായിട്ടില്ലാത്തവരോ ആയിട്ടുള്ള ബ്രഹ്മചാരികളാണെങ്കിലും അവരെ ആ സ്ഥലത്തു നിന്ന് പുറന്തള്ളാൻ അദ്ദേഹത്തിന് കഴിയുമോ? അവരെ നാട് കടത്താൻ അദ്ദേഹത്തിന് കഴിയുമോ? അപ്പോൾ സേനാപതി പറഞ്ഞു: മഹാരാജ പസേനതിയുടെ രാജ്യം എവിടെയെല്ലാം ഉണ്ടോ, എവിടെയെല്ലാം അദ്ദേഹത്തിന് ഭരണമുണ്ടോ, അവിടെയുള്ള ഏത് ശ്രമണ ബ്രാഹ്മണനെയും, നല്ലവനായാലും ചീത്തയായാലും, ശരിയായിട്ടുള്ള ശ്രമണ ബ്രാഹ്മണനായാലും അല്ലെങ്കിൽ ശരിയല്ലാത്ത ശ്രമണ ബ്രാഹ്മണനായാലും, അവരെ നാട് കടത്താനും നീക്കം ചെയ്യാനുമുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. സേനാപതി, താങ്കൾ എന്താണ് കരുതുന്നത്? രാജാ പസേനതിക്ക് ഒട്ടും തന്നെ അധികാരമില്ലാത്ത രാജ്യത്ത്, അദ്ദേഹത്തിൻ്റെ ഭരണമില്ലാത്ത മറ്റൊരു പ്രദേശത്ത്, അവിടെയുള്ള ശ്രമണ ബ്രാഹ്മണന്മാർ, അവർ നല്ലവരായാലും ചീത്തയായാലും ശരിയായിട്ടുള്ളവരായാലും തെറ്റായിട്ടുള്ളവരായാലും, അവരെ അവിടെ നിന്ന് പസേന്തി മഹാരാജാവിന് നാടുകടത്താൻ സാധിക്കുമോ? അപ്പോൾ സേനാപതി പറഞ്ഞു: പസേനതിയുടെ രാജ്യമല്ലാത്ത മറ്റൊരു രാജ്യത്ത് അദ്ദേഹം
ഭരിക്കാത്ത മറ്റൊരു രാജ്യത്ത് ഉള്ള ഒരു ശ്രമണ ബ്രാഹ്മണനെയും പസേന്തി മഹാരാജാവിന് നാട് കടത്താനോ അവിടെ നിന്ന് പറഞ്ഞയക്കാനോ സാധിക്കില്ല. സേനാപതി, താങ്കൾ എന്താണ് കരുതുന്നത്? താവതിംസ ദേവതകളെപ്പറ്റി താങ്കൾ കേട്ടിട്ടുണ്ടോ? താവതിംസ എന്ന് പറയുന്ന സമയത്ത് 33 ദേവതകൾ എന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള ദേവതകളുണ്ട്. അതിൽ ഒരു ലോകം ആണ് ഈ താവതിംസ ദേവതകൾ. സേനാപതി പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ താവതിംസ ദേവതകളെപ്പറ്റി കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ രാജാ പസേന്തി മഹാരാജാവും ആ ദേവതകളെപ്പറ്റി കേട്ടിട്ടുണ്ട്. സേനാപതി, താങ്കൾ എന്താണ് കരുതുന്നത്? കോസല രാജ്യത്തെ രാജ പസേനതിക്ക് ആ താവതിംസ ദേവതകളെ അവരുടെ ലോകത്തു നിന്ന് നാടുകടത്താനോ പറഞ്ഞയക്കാനോ സാധിക്കുമോ? സേനാപതി പറഞ്ഞു, പസേന്തി മഹാരാജാവിന് ആ 33 ദേവതകളെ കാണാൻ തന്നെ സാധിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് അവരെ അവിടെ നിന്ന് നാടുകടത്താൻ അല്ലെങ്കിൽ പറഞ്ഞയക്കാൻ സാധിക്കുക? ആയുഷ്മാൻ ആനന്ദൻ പറഞ്ഞു, സേനാപതി, അതേപോലെ തന്നെ വ്യാപാദം അല്ലെങ്കിൽ കളങ്കം അല്ലെങ്കിൽ ദ്വേഷമുള്ള ദേവതകൾക്ക് വ്യാപാദമില്ലാത്ത ദേവതകളെ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർക്ക് അവരെ അവിടെ നിന്ന് പുറത്താക്കാൻ സാധിക്കുക? അപ്പോൾ പസേന്തി രാജാവ് ഭഗവാനോട് ഇങ്ങനെ ചോദിച്ചു, ബന്ദേ, ഈ ഭിക്ഷുവിൻ്റെ പേരെന്താണ്? ഭഗവാൻ പറഞ്ഞു, മഹാരാജ, ആനന്ദ എന്നാണ് ഈ ഭിക്ഷുവിൻ്റെ പേര്. അപ്പോൾ മഹാരാജാവ് പറഞ്ഞു, ആനന്ദൻ തന്നെയാണ്, ആനന്ദരൂപം തന്നെയാണ് ആ ഭിക്ഷു. ആയുഷ്മാൻ ആനന്ദൻ പറയുന്നത് ശരിയാണ് എന്നെനിക്ക് തോന്നുന്നു. ബന്ദേ, ബ്രഹ്മ അതിജീവനം ചെയ്യുന്നുണ്ടോ? മഹാരാജ, ബ്രഹ്മ അതിജീവനം ചെയ്യുന്നുണ്ടോ എന്ന് താങ്കൾ ചോദിച്ചുകൊണ്ട് എന്താണ് കൃത്യമായിട്ട് താങ്കൾ ചോദിച്ചത്? ബന്ദേ, ബ്രഹ്മ ഈ ഭവത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ തിരിച്ചു വരുമോ എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ദേവലോകത്ത് അപ്പുറത്ത് ബ്രഹ്മലോകമുണ്ട്. അതെല്ലാം സ്വർഗത്തിലെ ജീവികളാണ്, ദേവതകളും അതേപോലെ തന്നെ ബ്രഹ്മന്മാരുമെല്ലാം. ആ ബ്രഹ്മലോകത്തുള്ള ജീവികളും മരിച്ചതിന് ശേഷം വീണ്ടും ഈ ഭൂമിയിൽ മനുഷ്യനായിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ജീവികളായിട്ടോ ജനിക്കുമോ എന്നാണ് ഇവിടുത്തെ ചോദ്യം. മഹാരാജ, ബ്രഹ്മ സബ്യാപജ്ജ, അതായത് ഏതൊരു ബ്രഹ്മാവിൻ്റെ മനസ്സിൽ കളങ്കമുണ്ടോ ദ്വേഷമുണ്ടോ ആ ബ്രഹ്മ ഈ ലോകത്ത് തിരിച്ചു വരും. പക്ഷേ കളങ്കമില്ലാത്ത ദ്വേഷമില്ലാത്ത ബ്രഹ്മ ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പോൾ ഒരു വ്യക്തി രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു, മഹാരാജ, ആകാശകുലത്തിലെ സഞ്ജയൻ എന്ന ബ്രാഹ്മണൻ വന്നിട്ടുണ്ട്. അപ്പോൾ രാജാ പസേന്തി സഞ്ജയനോട് ഇങ്ങനെ ചോദിച്ചു, സഞ്ജയ, ഈ ചർച്ച അന്തഃപുരത്തിൽ ആരാണ് തുടങ്ങിയത്? സഞ്ജയൻ പറഞ്ഞു, മഹാരാജ, വിഡൂഡപ്പനാണ് ഈ ചർച്ച അന്തഃപുരത്തിൽ തുടങ്ങിയത്. അപ്പോൾ വിഡൂഡപ്പൻ എന്ന സേനാപതി ഇങ്ങനെ പറഞ്ഞു, മഹാരാജ, ആകാശഗോത്രത്തിലെ ബ്രാഹ്മണനായിട്ടുള്ള സഞ്ജയനാണ് ഈ ചർച്ച അവിടെ തുടങ്ങിയത്. അപ്പോൾ ഒരു വ്യക്തി രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു, മഹാരാജ, ഇപ്പോൾ തിരിച്ചു പോകാനുള്ള സമയമായി. അപ്പോൾ രാജാ പസേന്തി ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, ഞാൻ താങ്കളോട് സർവജ്ഞതയെ പറ്റിയിട്ടാണ് ചോദിച്ചത്. അതിന് താങ്കൾ ഉത്തരം പറഞ്ഞു. ഞാൻ ഈ ഉത്തരത്തെ സ്വീകരിക്കുന്നു. ഞാൻ അതിൽ തൃപ്തനാണ്. ഞാൻ ചാതുർവർണ്ണങ്ങളുടെ ശുദ്ധിയെപ്പറ്റി ചോദിച്ചു, ഞാൻ ദേവതകളെപ്പറ്റി ചോദിച്ചു, ഞാൻ ബ്രഹ്മാവിനെക്കുറിച്ച് ചോദിച്ചു. ഓരോന്നിനും അങ്ങ് വളരെ വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞു. ഞാൻ എന്തിനെക്കുറിച്ചെല്ലാം ഭഗവാനോട് ചോദിച്ചോ അതിനെല്ലാം താങ്കൾ ഉത്തരം പറഞ്ഞു. ഞാൻ ഈ ഉത്തരങ്ങളെല്ലാം സ്വീകരിക്കുന്നു, ഇത് ശരിയാണെന്ന് സമ്മതിക്കുന്നു. ഞാൻ ഈ ഉത്തരങ്ങളിൽ തൃപ്തരാണ്. ബന്ദേ, എനിക്ക് ഇപ്പോൾ പോകേണ്ടതുണ്ട്. എനിക്ക് ഒരുപാട് ജോലി ബാക്കിയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. മഹാരാജ, താങ്കൾക്ക് ഏതിന് സമയമായി എന്ന് കരുതുന്നുവോ അത് ചെയ്യുക. അപ്പോൾ പസേന്തി മഹാരാജാവ് ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സമ്മതിച്ചുകൊണ്ട്, അത് ശരിയെന്ന് സമ്മതിച്ചുകൊണ്ട് സ്വന്തം ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ഭഗവാനെ വന്ദിച്ചു. എന്നിട്ട് ഭഗവാൻ വലതുവശത്ത് വരത്തക്ക വിധം 3 തവണ പ്രദക്ഷിണം ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് പോയി. കണ്ണകത്തല സൂത്തം നിഠിതം. സൂത്തം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേമാതിരി കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി കുറച്ച് സമയം പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ.
ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.